കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളിൽ UDFന് 78 മുതൽ 90 സീറ്റ് വരെ അവർ പ്രവചിക്കുന്നു. LDFന് 49, 62, NDAക്ക് 0 മുതൽ 3 സീറ്റ് വരെ. ഇപ്പോൾ UDFനും LDFനും ഒക്കെ എവിടെ നിന്നാകും സീറ്റുകൾ കിട്ടുന്നത് എന്നൊക്കെയുള്ള വിശദമായ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പക്ഷേ NDAക്ക് അവർ 3 സീറ്റ് വരെ പ്രവചിക്കുമ്പോൾ ആ 3 സീറ്റുകൾ എവിടെ നിന്ന് എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. കാരണം BJP വലുതായൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ പുറത്തു വന്ന ടുഡേയ്സ് ചാണക്യയിൽ അവർക്ക് 11 സീറ്റ് വരെയൊക്കെയാണ് പ്രവചിക്കുന്നത്, 7 എന്ന ശരാശരിയിൽ നിന്നുകൊണ്ട്. അപ്പോൾ BJPക്ക് അങ്ങനെ വാരിക്കോരി സീറ്റ് കൊടുക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ആക്സിസ് മൈ ഇന്ത്യ ഏറെക്കുറെ വിശ്വസനീയമായ രീതിയിൽ കേരളത്തിൻ്റെ മുൻകാല സർവേകൾ നടത്തിയിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ അവരെ മുഖവിലേക്ക് എടുത്താൽ ഈ 3 സീറ്റുകൾ ഏതൊക്കെ? അവർ മേഖല തിരിച്ച് ഈ സർവേയുടെ വിശദാംശം നൽകിയിട്ടുണ്ട്. കൊച്ചി മേഖല, മലബാർ മേഖല, തിരുവിതാംകൂർ മേഖല. കൊച്ചി മേഖലയിൽ 29 സീറ്റുകൾ, മലബാർ മേഖലയിൽ 63 സീറ്റുകൾ, തിരുവിതാംകൂർ മേഖലയിൽ 48 സീറ്റുകൾ. ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് ഈ ജില്ല തിരിച്ചല്ല അവർ നൽകിയിരിക്കുന്നത്, മറിച്ച് പാർലമെൻറ്റ് മണ്ഡലം കണക്കിലെടുത്തണം. ഇപ്പോൾ കൊച്ചി മേഖലയിൽ 29 സീറ്റ് എന്ന് പറയുന്നത് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലവും എറണാകുളം പാർലമെൻറ്റ് മണ്ഡലവും, അതായത് എറണാകുളം മുഴുവനായി അപ്പോഴേക്കും കവർ ചെയ്യുന്നു. തൃശ്ശൂരിലെ 10 മണ്ഡലങ്ങൾ, എറണാകുളത്തെ 14 നിയമസഭാ മണ്ഡലങ്ങൾ, അതോടൊപ്പം ഇടുക്കിയിലെ 5 മണ്ഡലങ്ങൾ. അപ്പോൾ 3 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ കൂടി ചേർന്നതാണത്. ചാലക്കുടി, എറണാകുളം, ഇടുക്കി മണ്ഡലങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ആ മേഖലയാണ് അവർ 29 സീറ്റുകൾ അടങ്ങുന്ന കൊച്ചി മേഖല എന്ന് പറയുന്നത്. ഇപ്പുറത്ത് കോട്ടയം മുതൽ തിരുവനന്തപുരം വരെയുള്ളത് തിരുവിതാംകൂറായും, അപ്പോൾ തൃശ്ശൂരിൻ്റെ 3 മണ്ഡലങ്ങളും ബാക്കി അങ്ങോട്ടേക്കുള്ള ജില്ലകളും കൂടി ചേർത്ത്, അതായത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതും കൂടി ചേർത്ത് അങ്ങോട്ടേക്ക് അതിനെ മലബാർ മേഖലയെന്നും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഈ കൊച്ചി മേഖലയിലാണ് ഒരു സീറ്റ് നേടുക എന്ന് പറയുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലല്ല, കോട്ടയത്ത് പോലുമല്ല, ഇപ്പോൾ PC ജോർജോ ഷോൺ ജോർജോ അല്ല. ആ സീറ്റ് കുന്നത്തുനാട് NDA T20 സ്ഥാനാർത്ഥി ബാബു ദിവാകരൻ ജയിക്കും എന്നതാണ്. അപ്പോൾ NDAക്ക് അപ്രതീക്ഷിതമായി ഒരു വിജയമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ പറയുന്നു. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, 1% മുൻതൂക്കം മാത്രമാണ് ഇപ്പോൾ അവിടെ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രകാരമുള്ളത്. 35% ബാബു ദിവാകരന്, അതായത് 2020 സ്ഥാനാർത്ഥിക്ക്. UDF സ്ഥാനാർത്ഥി സജീന്ദ്രന് 34%. അവിടെ LDF സ്ഥാനാർത്ഥി നിലവിലെ MLA ശ്രീനിജന് 29%. അപ്പോൾ ഈ 1% ആയതുകൊണ്ടാണ് അതിനകത്തൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നതിനാൽ അവർ 0 മുതൽ 3 വരെ എന്ന് പറയുന്നത്. രണ്ടാമത് NDAക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു സീറ്റ് നേമമാണ്. നേമത്തും പക്ഷേ 1% വ്യത്യാസമേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖർ 39% വോട്ട് നേടുമ്പോൾ ശിവൻകുട്ടി 38% വോട്ട് നേടാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. അവിടെ ശബരിനാഥന് 21% വോട്ട് നേടാനേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ എക്സിറ്റ് പോളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. അപ്പോൾ അവിടെയും 1%മേ ഉള്ളൂ. അപ്പോൾ ഈ 1% എന്ന് പറയുന്നത് ചെറിയ സാധ്യതകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ അപ്പോഴും ആ 2 സീറ്റുകൾ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളായി തന്നെ നിലനിൽക്കുന്നു എന്നത്. മൂന്നാമത്തെ സീറ്റ് ചാത്തന്നൂരാണ്. കഴക്കൂട്ടമല്ല, ചാത്തന്നൂരാണ്. കഴക്കൂട്ടത്ത് നല്ല വ്യത്യാസത്തിൽ ഇടതുമുന്നണി ജയിക്കാനുള്ള സാധ്യതയിലേക്കാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ചാത്തന്നൂരിൽ 2% വ്യത്യാസമേ ഉണ്ടാകുന്നുള്ളൂ. ചാത്തന്നൂരിൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ എക്സിറ്റ് പോൾ പറയുന്നത്. 33% അവിടെ NDAക്ക് കിട്ടുമ്പോൾ 35% വിജയത്തിൽ ഇപ്പോൾ ഒരു എഡ്ജ് നൽകിയിരിക്കുന്ന LDFനുള്ളത്. 30% വോട്ട് UDF നേടാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ 2% എന്ന് പറയുന്നതും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മറിയാൻ സാധ്യതയുള്ളതാണ്. ഈ 2%ത്തിൽ UDFും LDFും എഡ്ജ് നൽകുന്ന ഒരുപാട് സീറ്റുകളുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ NDAയെ സംബന്ധിച്ചിടത്തോളം അവർ പല സീറ്റുകളെക്കുറിച്ച് കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ അവർ ജയിക്കുമെന്ന് പറയുന്നുണ്ട്, പാലക്കാട് ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പാലക്കാട് നല്ല ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നുള്ളതാണ്. അതും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള താഴ്ന്ന വോട്ട് ശതമാനവുമായി 3ാം സ്ഥാനത്തേക്ക് പത്മജ വേണുഗോപാൽ പിന്തള്ളപ്പെടും എന്നുള്ളതാണ്. തൊട്ടടുത്ത നാട്ടികയിലെ BJP സ്ഥാനാർത്ഥി നേടുന്ന വോട്ട് ശതമാനം പോലും പത്മജയ്ക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിലെ പ്രധാന കണ്ടെത്തൽ എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ NDAക്ക് അവർ പറയുന്ന 3 സീറ്റുകൾ മലബാറിലില്ല. അതായത് തൃശ്ശൂർ വരെയുള്ള മേഖലകൾ എടുത്തു നോക്കിയാൽ ഇല്ല. എറണാകുളം ജില്ലയിൽ ഒരു സീറ്റ് നേടാനുള്ള സാധ്യത അത് 2020യുടെ കൂടി പിന്തുണയോടുകൂടി നേടാവുന്ന ഒരു സീറ്റാണ് എന്നുള്ളതാണ്
ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. പിന്നീട് കോട്ടയത്തൊന്നും സംഭവിക്കുന്നില്ല, ആലപ്പുഴയിലില്ല, പത്തനംതിട്ടയിലില്ല. അവിടെയൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന ബി ജെ പിയുടെ അണികളെങ്കിലും പ്രതീക്ഷിക്കുന്ന ചില സീറ്റുകളുണ്ട്. അവർ ഇങ്ങനെ ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സീറ്റുകളുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. കഴക്കൂട്ടത്ത് പോലും ജയിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനിൽ മറ്റ് പല അഭിപ്രായങ്ങളുണ്ട്. അത് ഞങ്ങളുടെ എക്സിറ്റ് പോൾ നിരീക്ഷണത്തിൽ, പോസ്റ്റ് പോൾ നിരീക്ഷണത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള 2 സീറ്റുകൾ ആയി. ഇപ്പോഴും ജേണോ കണക്ക് കൂട്ടുന്നത് നിയമവും കഴക്കൂട്ടവുമാണ്. ഈ കുന്നത്ത് നാടൊന്നും അതിനകത്ത് വരുന്നില്ല. പക്ഷേ ഒരു ഏജൻസി എന്നുള്ള നിലയിൽ ആക്സിസ് മൈ ഇന്ത്യ വളരെ വിശദമായി 90 സീറ്റുകൾ വരെ UDF നേടാൻ സാധ്യതയുള്ളതായി കൽപ്പിക്കുമ്പോൾ അവിടെ ഒരു വലിയ നേട്ടം UDF ഉണ്ടാകുമെന്ന് പറയുകയും NDAക്ക് 3 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലൊന്ന് കുന്നത്ത് നാടാണ് എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഡാറ്റയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും എല്ലാം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാകുന്ന കാര്യം. പക്ഷേ നമ്മൾ ഈ എക്സിറ്റ് പോളുകൾ അതിനെ കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ ആ മധ്യ കേരളത്തിലെ സീറ്റ് കുന്നത്തുനാടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ എന്തോ കാര്യമായുള്ള ഒരു ചലനം ഈ 2020 BJP സഖ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു എന്നത് വായിച്ചെടുക്കേണ്ടി വരും. കേരളത്തിൻ്റെ വിധിയെഴുത്ത് എങ്ങനെയാകുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഏജൻസികളുടെയൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ദേശീയ ഏജൻസികളിൽ ശ്രദ്ധേയമായ ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് വരാനുള്ളത്. പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് തന്നെയാണ് അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ധാരാളമായി വരുമ്പോൾ മുന്നണികളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. എക്സിറ്റ് പോളുകളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അണികളിൽ നിന്നും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ ആ എക്സിറ്റ് പോൾ ഇങ്ങനെയായിരുന്നു, ഈ എക്സിറ്റ് പോൾ ഇങ്ങനെയായിരുന്നു, എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ. ഈ പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വരുമ്പോൾ ഒരു ഏജൻസിയെ നമ്മൾ പ്രത്യേകമായി തന്നെ പരിഗണിക്കണം. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പും 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പും 2019 കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനും 2024 കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനും കൃത്യമായി പ്രവചിച്ച ഒരേ ഒരു ദേശീയ ഏജൻസി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതിലുമൊക്കെ പ്രവചനങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിലും ഈ 4 തെരഞ്ഞെടുപ്പുകളും സമീപകാലത്ത് നമ്മുടെ മുന്നിലുണ്ടായ 4 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ്, 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ്, ആ അസംബ്ലി തെരഞ്ഞെടുപ്പുകളടക്കം വളരെ കൃത്യമായി പ്രവചിച്ച, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുന്നണികളുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച ആക്സിസ് മൈ ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന പ്രവചനത്തിന് അതുകൊണ്ട് തന്നെ പ്രാധാന്യമുണ്ട്. അവരുടെ കണക്ക് കൂട്ടലുകൾ കേരളത്തിൻ്റെ കാര്യത്തിൽ തെറ്റിയിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 1 സീറ്റ് കിട്ടുമെന്ന് പ്രവചിച്ചത്, LDFന് 1 സീറ്റേ കിട്ടുകയുള്ളൂ എന്ന് പ്രവചിച്ചത് അവർ മാത്രമായിരുന്നു.